സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം കടം കൊടുക്കാതിരിക്കുന്നതാണ് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാതിരിക്കാൻ നല്ലത്. കടം വാങ്ങിയ പണം തിരികെ നൽകിയില്ലെങ്കിൽ പിന്നെ പിണക്കത്തിനു വരെയും കാരണമാകാം. അത് കൊലപാതകത്തിനു വരെയും കലാശിച്ച സംഭവങ്ങളുമുണ്ട്. കൊല്ലം മൈലാപ്പൂരിൽ കടം വാങ്ങിയ 20,000 രൂപ തിരികെ നൽകാത്തതിൻ്റെ വിരോധത്തിലാണ് യുവാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പൊള്ളലേറ്റതെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരമെങ്കിലും സംഭവം വധശ്രമമാണെന്ന് യുവാവ് പോലീസിന് മൊഴി നൽകി. ഉമയനല്ലൂർ സ്വദേശി റിയാസിനെ ആക്രമിച്ച കേസിൽ 2 അംഗ സംഘത്തിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഉമയനല്ലൂർ സ്വദേശി റിയാസിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. 2 പേർ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ചികിത്സയിൽ കഴിയുന്ന റിയാസിന്റെ മൊഴി. സുഹൃത്തുക്കളായ ഷഫീഖ്, സുഹൈൽ എന്നിവർക്കെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബമാണ് റിയാസിൻ്റെത്. ഇവർക്ക് കൊടുക്കാണ്ടായിരുന്ന പണം തിരികെ നൽകാത്തതുടർന്ന് തമിഴ്നാട് തീർത്ഥാടനത്തിൽ കഴിഞ്ഞ റിയാസ് ചൊവ്വാഴ്ചയാണ് ഉമയനല്ലൂരിലെ വീട്ടിലെത്തിയത്. ഇതിന് പിന്നാലെ ഷഫീഖും സുഹൈലും വീട്ടിലെത്തി റിയാസിനെ കൂട്ടിക്കൊണ്ടുപോയി. ഓട്ടോറിക്ഷയിലിരുന്ന് മദ്യപിച്ച ശേഷമാണ് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ ഉപയോഗിച്ച് റിയാസിനെ തീ കൊളുത്തിയതെന്ന് പോലീസ് പറയുന്നു. തീ പടരുന്നതും 2 പേർ ഓടിപ്പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രൂപ കടം വാങ്ങിയ ശേഷം തിരികെ നൽകാത്തതിലുള്ള വിരോധമാണ് യുവാവിനെ ജീവനോടെ കത്തിക്കാൻ പ്രതികളെ പ്രേരിപ്പിച്ചത്. മൈലാപ്പൂർ സ്വദേശികളാണ് ഷഫീഖും സുഹൈലും. റിയാസ് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപാതക ശ്രമത്തിന് കൊട്ടിയം പോലീസ് കേസെടുത്തു. ഒളിവിൽ പോയ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര.